പ്രിയ അധ്യാപകരെ, ഈ എപ്പിസോഡ് കാണുന്ന ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കുന്ന രക്ഷിതാക്കളെ, PTA മീറ്റിങ്ങുകൾ അതെന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നൊരു വലിയൊരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. PTA മീറ്റിങ്ങുകൾ നമ്മുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യം നമ്മുടെ മക്കൾക്ക് മനോധൈര്യം നൽകുന്നതിൽ, അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള വേദിയല്ല PTA മീറ്റിങ്ങുകൾ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കളുടെ നല്ല ഗുണങ്ങൾ കണ്ടെത്തിയിട്ട് അതുകൂടി പ്രകടിപ്പിക്കണം. ആ നന്മകൾ പറയുന്നതോടൊപ്പം ചെറിയ ചെറിയ കുറവുകളുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി പറയാം. സാധാരണയായിട്ട് കാണാറുള്ളൊരു കാര്യം, കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകളുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് അതെല്ലാവരും കേൾക്കെ പലപ്പോഴും പറയുന്നു. നന്മകളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കേൾക്കെ പറയുകയും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പേഴ്സണലി പറയുകയും ചെയ്യുക എന്നത് കുട്ടികളുടെ മനോധൈര്യം വളർത്തുന്നതിൽ വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാലും ഏതെങ്കിലും രക്ഷിതാക്കൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയത്തിൽ അവരുടെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ആ സ്കൂളിലെ PTA മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറില്ല എങ്കിൽ ഇനി മുതലെങ്കിലും നമ്മുടെ മക്കളെ ഓർത്ത് അതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും നല്ലൊരു രക്ഷിതാവായി നല്ല മക്കളായി വളരാൻ നമ്മുടെ മക്കൾക്കുള്ളൊരു സാഹചര്യം കൂടി ഒരുക്കണമെന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്.